എന്റെ പ്രതിനിധികളെ ഭൂമിയിലേക്ക് പടച്ചുവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് മലക്കുകളോട് പടച്ചവൻ പറയുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ പറഞ്ഞതെന്താ? കാലോ ആ മലക്കുകൾ പടച്ച തമ്പുരാനോട് ചോദിക്കയാ, അല്ലാഹുവേ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, യാതൊരു ഉപകാരവും ഇല്ലാത്ത പ്രശ്നകാരികളായ രക്തച്ചരിച്ചിലുണ്ടാക്കുന്ന മനുഷ്യരെ പടക്കണോ അല്ലാ? പടച്ച തമ്പുരാൻ അവർക്ക് മറുപടി കൊടുക്കുകയാ, പല ഘട്ടങ്ങളിലും മറുപടി കൊടുക്കുകയാ. അതിൽ ഒരു ഘട്ടം ഏതാണെന്നറിയുമോ? പരിശുദ്ധമായ റമദാനിന്റെ പകലുകൾ വിശ്വാസികൾ പട്ടിണി കിടക്കുമ്പോ ഒരു കപ്പം പോലും കട്ടിയുള്ള തുപ്പല് പോലും ഇറക്കാതെ, ഒരിറ്റ് വെള്ളം കുടിക്കാതെ, ആർക്ക് വേണ്ടിയാ? ഉമ്മയ്ക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാ പട്ടിണി കിടക്കുന്നത്? ബാപ്പയ്ക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാ പൊന്നുമോനെ പട്ടിണി കിടക്കുന്നത്? ഭാര്യയ്ക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാ പടച്ചവന്റെ മുമ്പിൽ പട്ടിണി കിടക്കുന്നത്? ഭർത്താവിന് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയല്ല, കൂട്ടുകാർക്ക് വേണ്ടിയല്ല, കുടുംബക്കാർക്ക് വേണ്ടിയല്ല. ഖാലിഖായ റബ്ബിന് വേണ്ടിയിട്ടൊന്ന് ചിന്തിക്കു പൊന്നുമോനെ. ഖാലിഖായ റബ്ബിന് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുകയാ. ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ പടച്ച തമ്പുരാൻ മലക്കുകളെ വിളിക്കുകയാ. മലക്കുകളെ വിളിച്ചുകൊണ്ട് കാണിക്കയാ, നോക്കു മലക്കുകളെ, ഇവര് കുഴപ്പക്കാരാണെന്ന് പറഞ്ഞില്ലയോ? ഇവര് പ്രശ്നകാരികളാണെന്ന് പറഞ്ഞില്ലയോ? ഇവരെ കൊണ്ടൊരു ഉപകാരവുമില്ല എന്ന് പറഞ്ഞില്ലയോ? മലക്കുകളെ നോക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന എന്റെ അടിമകളെ നോക്കൂ. മലക്കുകള് മലക്കുകള് തലതാഴ്ത്തുമേ. സന്തോഷിക്കണം മുമ്മിനെ. പടച്ച തമ്പുരാൻ തന്ന ഭാഗ്യമല്ലയോ? ഒരു ഉമ്മത്തിനും കൊടുക്കാത്ത ഭാഗ്യമല്ലയോ? ലോകത്തിന്റെ അംഗീകാരം കിട്ടിയ ഭാഗ്യമല്ലയോ? ഒരുപാട് സർച്ചുകളും ഗവേഷണങ്ങളും പര്യവേഷണങ്ങളിലൂടെയുള്ള പല നിലക്കുള്ള ഗവേഷണങ്ങളും നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, US എടുത്ത് നടന്ന ഗവേഷണം, ആ ഗവേഷണങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ട് അവരെ അത്ഭുതപ്പെടുത്തുന്നതാ. കാരണം ലോകത്തിൽ പല മതക്കാർക്കും നോമ്പുണ്ട്. പലരും പല നിലക്കുള്ള നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട്. പല മാസങ്ങളോളം നോമ്പുകൾ എടുക്കുന്നുണ്ട്. ഇറച്ചി കഴിക്കാത്ത നോമ്പുണ്ട്, പച്ചക്കറി മാത്രം ഉപയോഗിക്കുന്ന നോമ്പുണ്ട്. അങ്ങനെ പല നിലക്കുള്ള നോമ്പുകളാ, പല രൂപത്തിലെടുക്കുന്ന നോമ്പുകളാ. ഈ 30 ദിവസം ഇത്രത്തോളം ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിനെ ഇളക്കി മറിക്കുകയല്ലയോ? ഈ നോമ്പ് വന്നതറിയാത്തൊരു കാഫിറുണ്ടോ? ഒരു ഹൈന്ദവനുണ്ടോ? ഒരു ക്രൈസ്തവനുണ്ടോ? ഒരു ബുദ്ധനുണ്ടോ? ജൈനനുണ്ടോ? നിരീശ്വരവാദിയുണ്ടോ? 30 ദിവസം വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, ആ നോമ്പ് വന്നെന്നറിയാത്ത അല്ലാഹുവിന്റെ ഭൂമിയിലൊരു മനുഷ്യനുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കാൻ കാരണമായ നോമ്പിന്റെ ആ പവിത്രതയെ കുറിച്ച് അന്വേഷിക്കുമ്പോ, അവർ സെർച്ച് ചെയ്യുമ്പോ മനസ്സിലാകുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ പ്രവർത്തനമോ. കാരണം ഇത്ര മണിക്കൂർ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവന്റെ വയറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കടത്തിവിടാതിരിക്കുമ്പോ നല്ല കാര്യമായ ക്ലീനിങ് അവന്റെ വയറ്റിൽ നടക്കുകയാ. അവൻ പിന്നെയുള്ള 11 മാസക്കാലം നല്ല ഹെൽത്തിയായ ബോഡിയായി മാറുകയാ, നല്ല ആരോഗ്യമുള്ള ആളായി മാറുകയാ. ഷുഗർ, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ പോലെയുള്ള അങ്ങനെയുള്ള രോഗങ്ങളെ അവനതാ മിതപ്പെടുത്തിക്കൊണ്ട് മരുന്നില്ലാതെ ചികിത്സ തന്ന തമ്പുരാ കേവലം ആരോഗ്യപരമായ മുന്നേറ്റം മാത്രമല്ല, ആത്മീയമായ മുന്നേറ്റമാണ് ഈ നോമ്പ് കൊണ്ട് പടച്ചവൻ ഉദ്ദേശിക്കുന്നത്. കേവലം ആരോഗ്യപരമായ മുന്നേറ്റം മാത്രമല്ല, ഈ നോമ്പിലൂടെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രത്യേകമായ സവിശേഷതയുണ്ട്. ഹബീബായ പ്രവാചകൻ പഠിപ്പിക്കുന്നു, മാലോകരെ സുമോ തസിഹോ, നിങ്ങൾ നോമ്പെടുക്കോ ആരോഗ്യമുള്ളവരായി തീരോ. നിങ്ങൾ നോമ്പെടുക്കോ ആരോഗ്യമുള്ളവരായി തീരോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭിഷഗ്വരനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത സിദ്ധൌഷധമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന് ഒരു സമ്മാനമായി അയൽ രാജ്യത്തെ രാജാവ് അതാ ഒരു വലിയ കാര്യശേഷിയുള്ള ഒരു വൈദ്യനെ, ഒരു ഭിഷഗ്വരനെ, ഒരു ഡോക്ടറെ വിട്ടുകൊടുക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിലേക്ക് കടന്നു വരികയാ. ഹബീബായ പ്രവാചകൻ എന്തിനാണ് ഈ അയൽ രാജ്യത്തെ രാജാവ് ഈ വൈദ്യനെ കൊടുത്തത് എന്തിനാണെന്നറിയുമോ? ഈ മുഹമ്മദിന്റെ നാട്ടിലുള്ള രോഗികളെ ഒന്ന് ചികിത്സിക്കാ, അവരുടെ ചികിത്സകളെല്ലാം മുറ പോലെ നടത്താ, ഒരു സമ്മാനമായി നീ കടന്നുപോയിക്കോ എന്ന് പ്രധാനപ്പെട്ട ഒരു വൈദ്യനോട് രാജാവ് പറയുമ്പോ ഹബീബായ പ്രവാചകൻ സുന്ദരമായ മദീനയെ തഴുകിത്തലോടി മാലോകരുടെ മനതലങ്ങളിൽ വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം തീർത്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രത്യേകമായ പരിചരണത്തിൽ കഴിയുന്ന ആ സ്വഹാബികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോ കുറെ നാളുകൾ മുമ്പോട്ട് പോയി. രോഗമുള്ളവരെ കാണാൻ പറ്റുന്നില്ല, രോഗികളെ കാണാൻ പറ്റുന്നില്ല, രോഗമുള്ളവരെ കാണാൻ പറ്റുന്നില്ല. ഒരുപാട് വൈദ്യമുള്ള ഈ വൈദ്യന് അവിടെയുള്ള സഹാബികളോട് ചോദിക്കയാ, അല്ല കൂട്ടരെ, എന്താ നിങ്ങളുടെ നേതാവ് മുഹമ്മദ് തരുന്ന സിദ്ധൌഷധം? എന്താ നിങ്ങളുടെ നേതാവ് മുഹമ്മദ് തരുന്ന സിദ്ധൌഷധം? ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് മാരക രോഗങ്ങളെ അതിവിദഗ്ധമായി ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചെറു രോഗവും പോലും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ളവരായി ഓടി നടക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാ, ഞാൻ തലകുനിച്ചു പോവുകയാ. എന്താ നിങ്ങളുടെ നേതാവ് തരുന്ന സിദ്ധൌഷധം? എന്താ സഹാബികൾ പറഞ്ഞതെന്നറിയുമോ? 15 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പ്രപഞ്ചത്തോട് വിളിച്ചു പറഞ്ഞതാ. ഐസിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സദാ ഡോക്ടർമാരുടെ പരിസരത്ത് ചെല്ലുമ്പോൾ, വൈദ്യന്മാരുടെ പരിസരത്ത് ചെല്ലുമ്പോൾ, ചികിത്സാലയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ആതുരാലയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ഏതൊക്കെ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറായിരുന്നാലും ആദ്യം പറയുന്ന വർത്തമാനമോ 15 നൂറ്റാണ്ടിനപ്പുറം ലോകത്തിന്റെ അമ്പലത്തിങ്കൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ തങ്ങളുടെ വാക്ക് അധ്യാപനമാ വൈദ്യന് പഠിപ്പിച്ചു കൊടുക്കയാ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കല്ലേ, അമിതമായ ഭക്ഷാംഗ ഭോജനം നിങ്ങൾ നടത്തല്ലേ, അമിതമായ ഭക്ഷണം നിങ്ങൾ കഴിക്കല്ലേ, നിങ്ങളുടെ വയറ്റിൽ ഒരു അല്പസ്ഥലം ഒടിച്ചിടണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതിന്റെ സമ്പൂർണമായ മാതൃകയാ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ പരിശുദ്ധമായ റമദാൻ കൊണ്ട് അല്ലാഹു തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള ഉന്നതമായ അനുഗ്രഹങ്ങൾ കേവലം ആരോഗ്യപരമായ മുന്നേറ്റം മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ 2 കണ്ണുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരും, നിങ്ങൾ ആരും പേടിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉദ്ദേശിച്ചിട്ടുള്ള ബലം, പടച്ച തമ്പുരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ബലം അവൻ തന്നെ ഓർമ്മപ്പെടുത്തുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ 30 ദിവസവും ഒന്നനുഷ്ഠിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ, പറഞ്ഞല്ല ഞങ്ങൾ മാത്രം കേട്ടാ മതി, അതിന് മുമ്പ് പറഞ്ഞു. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. എന്താ പറഞ്ഞത്? ലഅല്ലകും തത്തഖൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ഒരുത്തൻ നോമ്പെടുത്ത് കഴിയുമ്പോൾ അവനിൽ നിന്ന് കിട്ടേണ്ട, അവനിൽ നിന്ന് പ്രതിഫലിക്കേണ്ട പ്രതിഫലനം എന്താണെന്നറിയുമോ? നോമ്പ് കൊണ്ട് പടച്ച തമ്പുരാൻ അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നറിയുമോ? ലഅല്ലകും തത്തഖൂൻ. അവൻ തഖ്വയുള്ളവനാവുകയാ, അവൻ പടച്ചവനെ പേടിയുള്ളവനാവുകയാ. അല്ലാതെ വലിയ കൊച്ചു പെരുന്നാളാകുമ്പോ, പരിശുദ്ധമായ റമദാനങ്ങൾ കഴിയുമ്പോ പള്ളിയോട് സലാം പറയുന്ന മുഅ്മിനെ, ഖുർആൻ മടക്കി വെക്കുന്ന മുസ്ലിമേ, നിന്നെ കുറിച്ചല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. നോമ്പ് ആർക്ക് ബലപ്പെട്ടുവോ അവൻ ഈ റമദാനിന്റെ പാതിരാവിലെ പൊട്ടിക്കടന്നുകൊണ്ട് കൽബിനെ ശുദ്ധിയാക്കുമ്പോ പടച്ചവൻ
അവനിലേക്ക് ഓടിയടക്കുമ്പോ, സ്വലാത്ത് ചൊല്ലി ഹബീബായ പ്രവാചകനിലേക്ക് അടുക്കുമ്പോ, അവന്റെ ഹൃദയം പ്രകാശിക്കുമ്പോ, അവൻ അതാ ജനിച്ച പ്രസവിച്ചൊരു കുട്ടിയെപ്പോലെ പരിശുദ്ധമായൊരു തലത്തിലേക്ക് ഉയരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ബലമതാ ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ട് കണ്ണുകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രണ്ട് കണ്ണുകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ. അതിലൊന്നാമത്തെ കണ്ണ് ഏതാണെന്നറിയുമോ? പടച്ച തമ്പുരാൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്, അവന്റെ ശിക്ഷകളെ ഓർത്തുകൊണ്ട്, അവൻ നൽകിയിട്ടുള്ള ഓഫറുകളെ ഓർത്തുകൊണ്ട് റബ്ബിനെ കുറിച്ച് ഓർത്ത കരഞ്ഞ കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ആ കണ്ണ് നരകത്തില് കടക്കൂല, ആ കണ്ണിന്റെ ഉടമസ്ഥൻ നരകത്തില് പോവൂല. ഒന്നാലോചിച്ചോ പൊന്നുമോനെ, നരകമുണ്ടല്ലോ, പരലോകത്തിലുള്ള നരകമുണ്ടല്ലോ, അതിന്റെ ഭീകരമായ രൂപമുണ്ടല്ലോ, അതിന്റെ താണ്ഡവമുണ്ടല്ലോ, പറഞ്ഞാല് തീരാത്തതാ. അറിയുമോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നരകമിങ്ങനെ അട്ടഹസിക്കുന്നൊരു സമയമുണ്ട്, നരകമിങ്ങനെ അട്ടഹസിക്കുന്നൊരു